നമസ്കാരം. ജനസംഖ്യകളുടെ കണക്ക് പ്രകാരം ഏകദേശം 1971 കാലഘട്ടത്തിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള മണ്ഡലങ്ങളൊക്കെ. ഇപ്പോ ഡീലിമിറ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികളൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷെ വലിയ പ്രതിഷേധങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്നത്. എന്തിനാണ് ഇത്ര വലിയ പ്രതിഷേധങ്ങൾ? സത്യത്തില് പ്രതിഷേധത്തിന്റെ കാരണം നമുക്ക് തോന്നുന്നു ഈ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ കേരളത്തിലെ ചില മാധ്യമ ജഡ്ജിമാരാണ് ഇത് സംബന്ധിച്ച് പ്രതിഷേധിച്ചൊരു കാരണം ഉണ്ടാക്കിയെടുത്തത്. ആ കാരണം മറ്റൊന്നുമല്ല, അതായത് ഈ മണ്ഡല പുനർനിർണയം നടത്തിക്കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മണ്ഡലങ്ങൾ എന്ന നിലയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് അത് തിരിച്ചടിയാകുന്നു. മണ്ഡലങ്ങളുടെ ആ അനുപാതത്തിൽ വർദ്ധിക്കില്ല എന്നുമാണ് ഈ ഒരു വാദം. ആ വാദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണ്ഡല പുനർനിർണയം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ പോകുമ്പോൾ ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയും, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയും എന്നാണ് പ്രധാനമായും ഉയരുന്ന എതിർവാദമുഖം. ഇത് സത്യത്തില് ഇതിങ്ങനെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബില്ല് ലോക്സഭയിൽ വരുന്നു, ബില്ല് പരാജയപ്പെടുന്നു. ഇപ്പോഴും ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പഴയ ബില്ല് ആയിരുന്നു നല്ലത് എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്ന ഒരു വാദം അത് ശാസ്ത്രീയമായി തെറ്റാണ്. കാരണം അത് ഒരു പരിധിവരെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലോക്സഭ എന്ത് അല്ലെങ്കിൽ രാജ്യസഭ എന്ത് എന്ന് ആദ്യം പരിശോധിക്കണം. നമ്മുടെ പാർലമെന്റിന്റെ രണ്ട് സഭകളാണ്. അതിലൊന്ന് ലോക്സഭയാണ്. ലോക്സഭ എന്ന അത് പേരിൽ തന്നെയുണ്ട്, ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. അവിടേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നേരിട്ട് ജനങ്ങളാണ്. സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വരുന്നത് രാജ്യസഭയിലാണ്. സംസ്ഥാനങ്ങളുടെ പ്രതിനിധിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ MLA-മാർ വോട്ടിനിട്ട് അയക്കുന്ന പ്രതിനിധികളാണ് രാജ്യസഭയിൽ. ലോക്സഭയിൽ മുഴങ്ങിക്കേൾക്കുന്നത് ജനങ്ങളുടെ ശബ്ദവും രാജ്യസഭയിൽ മുഴങ്ങിക്കേൾക്കുന്നത് സംസ്ഥാനങ്ങളുടെ ശബ്ദവുമാണ്. ഈ രണ്ടിടത്തും നിയമമാണല്ലോ നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ കുറയുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അടിസ്ഥാനവുമില്ല. കാരണം അവിടെ നേരിട്ട് ജനങ്ങളാണ് സംവദിക്കുന്നത്, ജനങ്ങളുടെ പ്രതിനിധികളാണ് സംവദിക്കുന്നത്, ജനങ്ങളുടെ ശബ്ദമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദത്തിന് ഒട്ടും അടിസ്ഥാനമില്ല. അത് എന്താണ്, മുളയിലേ നുള്ളേണ്ട ഒരു വാദം തന്നെയാണ്. ഇവിടെ മണ്ഡല പുനർനിർണയത്തിന്റെ ആവശ്യകത എന്ത് എന്നാണ് നമ്മൾ ഈ സമയത്ത് പരിശോധിക്കേണ്ടത്. ഭരണഘടനാ വകുപ്പ് 82 പ്രകാരം ഓരോ 10 വർഷവും ജനസംഖ്യ കണക്കെടുപ്പ് നടത്തി, അതായത് സെൻസസ് നടത്തി ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയിൽ മണ്ഡല പുനർനിർണയം നടത്തണം. ജനസംഖ്യ കൂടിയാൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും, ജനസംഖ്യ കുറഞ്ഞാൽ ആ മണ്ഡലങ്ങളിൽ തന്നെ ജനസംഖ്യയിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പുനർനിർണയം നടത്തിയാൽ സീറ്റുകളുടെ എണ്ണം കൂടണമെന്ന് പോലും നിർബന്ധമില്ല. അല്ലാതെയും പുനർനിർണയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 1971 മുതലാണല്ലോ ഇത് തുടങ്ങുന്നത്. നമ്മൾ ആ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മണ്ഡല പുനർനിർണയത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. അത് ഇങ്ങനെയാണ്. 1952 ആദ്യമായി നടക്കുന്നു. 489 സീറ്റ് ഉണ്ടായിരുന്ന ലോക്സഭ 494 പോകുന്നു. 1954 സെൻസസ് പ്രകാരം 51 സെൻസസ് പ്രകാരമാണ് നടക്കുന്നത്. 1963 വീണ്ടും നടക്കുന്നു. 61 സെൻസസ് പ്രകാരം അങ്ങനെ മണ്ഡലങ്ങളുടെ എണ്ണം 522 ഉയരുന്നു. 73 നടക്കുന്നു. 71 സെൻസസ് പ്രകാരം അപ്പോഴും 522 നിന്നും 543 വരുന്നു. അതായത് 543 എന്ന ഇപ്പോഴത്തെ സംഖ്യ സെറ്റ് ചെയ്തത് 1971 സെൻസസ് അനുസരിച്ച് 1973 പിന്നീട് ഈ മണ്ഡലങ്ങളുടെ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നത് ഫ്രീസ് ചെയ്തിരിക്കുക. ആ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാൻ പാടില്ല എന്ന് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ചെയ്തത് കോൺഗ്രസ് സർക്കാരാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തിയത്. ഇനി മണ്ഡലങ്ങളുടെ എണ്ണം കൂടാൻ പാടില്ല എന്ന് 2021 വരെ കൂടാൻ പാടില്ല എന്ന് 2001 വരെ കൂടാൻ പാടില്ല എന്ന് ആദ്യം നിശ്ചയിക്കുന്നു. പിന്നീട് 2001 വീണ്ടും അത് അടുത്ത ഒരു 25 വർഷത്തേക്ക് കൂടെ നീട്ടുന്നു. എന്ന് പറഞ്ഞാൽ 2026 വരെ ലോക്സഭയിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാൻ പാടില്ല എന്നൊരു നിയന്ത്രണം അവിടെയുണ്ട്. ഈ നിയന്ത്രണത്തിന്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ അന്നത്തെ ഭരണാധികാരികൾ വിചാരിച്ചത് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം അത് വളരെ പ്രധാനമായും നടപ്പാക്കേണ്ടതുണ്ട്.
ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഒരു ഉത്സാഹം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് താല്പര്യം കാണിക്കില്ല ഈ ജനസംഖ്യാനുപാതികമായി സീറ്റ് വർദ്ധിപ്പിച്ചാൽ എന്ന ഒരു വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ അതിൽ നിന്നൊക്കെ രാജ്യം പിന്നീട് വളരെയധികം മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാജ്യത്തിന്റെ ഒരു അവസ്ഥാവിശേഷമൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഫ്രീസിംഗ് ഇപ്പോഴും തുടരണമോ വേണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിച്ചാൽ ഈ 543 എന്നൊരു സംഖ്യ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഫിക്സ് ചെയ്തത് ഞാൻ പറഞ്ഞ 1971 അത് എപ്പോഴാണ് ഫിക്സ് ചെയ്തത്? ആ ഫിക്സ് ചെയ്ത സമയത്ത് രാജ്യത്തെ ജനസംഖ്യ എത്രയായിരുന്നു? അതായത് വെറും 54 കോടി ജനസംഖ്യ രാജ്യത്തുണ്ടായിരുന്നപ്പോഴാണ് 543 ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ ജനസംഖ്യ 142 കോടിയാണ്. അതായത് MP-മാർക്ക് കൈകാര്യം ചെയ്യാവുന്നതിനും അപ്പുറത്തേക്ക് അവരുടെ മണ്ഡലങ്ങളുടെ ജനസംഖ്യ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ജനസംഖ്യ അത് പലയിടത്തും 45 ലക്ഷത്തോളമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ആവറേജ് പരിശോധിച്ചാൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യ 142 കോടി ഡിവൈഡഡ് ബൈ 543 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 26 ലക്ഷത്തിലധികം വരും. 26 ലക്ഷമാണ് ശരാശരി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. അത് 45 ലക്ഷം വരെ പോകാറുണ്ട്. കേരളത്തിൽ അത് 17-18 ലക്ഷമാണ്. അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇനി 20 നോക്കിയാൽ കേരളത്തിൽ താരതമ്യേന കുറവാണ്. അതായത് MP-മാർക്ക് അവരുടെ ജനങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യം അവർക്ക് കിട്ടുന്ന 5 വർഷം കൊണ്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാൻ പോലും സാധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. ഒരു MP എത്ര ദിവസം നിവേദനങ്ങൾ കൈകാര്യം ചെയ്യും 5 വർഷം കൊണ്ട്? ഒരു MP എത്ര പ്രാവശ്യം അതാത് മന്ത്രാലയങ്ങൾ കയറിയിറങ്ങും? അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത് ഇല്ലേ? അവിടുത്തെ മണ്ഡലങ്ങളുടെ വികസനം അത് ത്വരിതഗതിയിൽ നടപ്പിലാക്കേണ്ടതില്ലേ? കാരണം ഈ ജനസംഖ്യ ഓരോ മണ്ഡലത്തിലും വർദ്ധിക്കും തോറും MP-ക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി കുറയുന്നു. രാജ്യത്തിന്റെ വളർച്ചയെ അത് പുറകോട്ടടിക്കുകയാണ്. രാജ്യം ഇപ്പോൾ എന്താണ് രാജ്യത്തിന്റെ പൊസിഷൻ? രാജ്യം ലോകത്തിലെ GDP-യുടെ അടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്തേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും സംഭവിച്ചുകൂടാ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടന്നേ പറ്റൂ എന്നൊരു, അതായത് MP-മാരൊക്കെ പട്ടിപ്പണിയെടുത്തിട്ടും ഇപ്പോൾ മണ്ഡലം ശരിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ പറയുന്നത് കേരളത്തിനോട് നീതികേട് കാട്ടുന്നു എന്നാണ്. കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് നീതികേട് കാട്ടുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നീതികേട് അനുഭവിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. നമുക്ക് കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് കേരളത്തിലെ ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ശരാശരി 17 ലക്ഷം പേർ മാത്രമുള്ളപ്പോൾ UP-യിലും മറ്റും ഇന്ത്യൻ ശരാശരി 26 ലക്ഷവും UP-യിലും മറ്റും 45 ലക്ഷം വരെയുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നീതികേട് അനുഭവിക്കുന്നത് ഉത്തരേന്ത്യയാണ്. അത് കുറച്ചു കൊണ്ടുവരിക, മണ്ഡലങ്ങളിലെ ജനസംഖ്യ കുറച്ചു കൊണ്ടുവരിക, മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. 54 കോടി ജനങ്ങൾ ഉള്ളപ്പോൾ നിശ്ചയിച്ച ഒരു മണ്ഡലം അത് ഇപ്പോഴും തുടരുക എന്ന് പറഞ്ഞാൽ അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ മണ്ഡല പുനർനിർണയത്തെ കാണാനായിട്ട്. നമ്മൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണല്ലോ. അവിടെ പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പ്രധാനമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ഈ പറയുന്നത് പോലെ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ നിൽക്കുന്നത് ഒരു പക്ഷേ ഇനി ആകെയുള്ള ഒരു അവസരം കൂടെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് വ്യക്തമായി അറിയാം. BJP-ക്ക് ഇപ്പോൾ മറ്റു പാർട്ടികളെക്കാൾ വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. BJP-യുടെ അപ്രമാദിത്വം ഇല്ലാതാക്കണമെങ്കിൽ അതിന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും അല്ലെങ്കിൽ NDA ചെറുക്കാനായി ഇന്ത്യ മുന്നണിയുമെല്ലാം വലിയ രീതിയിൽ പാടുപെടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അടുത്ത കാലത്തേക്കെങ്ങും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരും എന്നാർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല. കാരണം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. BJP ഇപ്പോൾ തന്നെ ഈ മണ്ഡല പുനർനിർണയം ഒന്നും നടത്താതെ തന്നെ വളർന്ന പാർട്ടിയാണ്. BJP-ക്ക് പണ്ട് ഉത്തരേന്ത്യയിലെ ഹോൾഡ് മാത്രമല്ലേ ഉണ്ടായിരുന്നു. BJP പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് പതിയെ വന്നു. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ആസാം അതുപോലെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. അവിടെ BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ ഭരണം പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. മാത്രമല്ല ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞു, അപ്രതീക്ഷിതമായി പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഇനി മണ്ഡലങ്ങൾ പുനർനിർണയം നടത്തിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു വിലയിരുത്തലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് കേരളത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, പക്ഷെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ?
അല്ല, കേരളത്തിലെ ദോഷകരമായി ഒരു തരത്തിലും ബാധിക്കില്ല. അവരുടെ രണ്ട് ആർഗ്യുമെന്റ്, അവരുടെ ആദ്യം പറയുന്നത് ലോക്സഭയിലെ പ്രാതിനിധ്യം കുറയും. അതൊരിക്കലും കുറയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ പ്രാതിനിധ്യം കുറയേണ്ട സഭയല്ല, അത് നേരിട്ട് ജനങ്ങൾ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയാണ് ലോക്സഭയിൽ. രണ്ടാമത്തത് എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ആരോപണം, അതായത് BJP ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ളത്. അതും ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. കാരണം കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായി. ആ കേവല ഭൂരിപക്ഷം പോയത് എങ്ങനെയാണ്? ദക്ഷിണേന്ത്യയിൽ നിന്ന് BJPക്ക് തിരിച്ചടിയേറ്റത് കൊണ്ടല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ തിരിച്ചടിയേറ്റത് കൊണ്ടാണ്. അപ്പോ തിരിച്ചടി BJPക്ക് എപ്പോ വേണമെങ്കിലും വരാം. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളി അവരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എപ്പോഴാണ് ഒരു ഇലക്ട്രോൾ വിക്ടറി നേടുന്നത്? അതിന് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോൾ, അതിന് ശക്തമായ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നയം ഉണ്ടാകുമ്പോൾ, അഴിമതി ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം ഉണ്ടാകും. ഒക്കെയാണ് ജനങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. ആ മൂന്ന് ഘടകങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമാണ്. അത് തിരിച്ച് UPA-യിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ അഴിമതി ഭരണം, അതായത് UPA ഭരണകാലത്തെ അഴിമതി ഭരണം, അതോടൊപ്പം തന്നെ നേതൃത്വമില്ലായ്മ, വിവിധ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾ തമ്മിൽ പ്രത്യയശാസ്ത്രപരമായി പല തട്ടിൽ നിൽക്കുന്നവരാണ്. ഇന്ത്യ മുന്നണിയിലെ CPIM-ഉം കോൺഗ്രസും കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, വിഷയദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് BJPയെ തോൽപ്പിക്കാൻ കഴിയാത്തത്. രാഷ്ട്രീയമായി BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ ആദ്യം വോട്ട് ചോദിക്കുക ആരോപിച്ചു, പിന്നീട് അതിനു മുമ്പ് വോട്ടിംഗ് മെഷീനിൽ ആരോപണം ഉന്നയിച്ചു. അതുപോലെ മറ്റൊരു ആരോപണം തന്നെയാണ് ഈ പറയുന്ന മണ്ഡല പുനർനിർണയത്തിലൂടെ BJP അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ഇതുവരെ ഉണ്ടാക്കാനെടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. ഇപ്പോ ഇതിപ്പോ സാധ്യമാകുകയാണെങ്കിൽ 850ഓളം സീറ്റുകൾ എന്നുള്ളതാണല്ലോ കണക്ക്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു സാധ്യത രാജ്യത്തിന് മൊത്തത്തിൽ നോക്കുമ്പോൾ? അല്ല, ജനപ്രതിനിധികളുടെ എണ്ണം കൂടുക എന്നുള്ളത് അത് ആവശ്യമാണ്. നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭരണഘടന പറഞ്ഞിട്ടുള്ളത് ഓരോ 10 വർഷവും ജനസംഖ്യ കണക്കെടുക്കണം, അതിനനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടണമെന്നാണ്. അത് മരവിപ്പിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാണ് മരവിപ്പിച്ചത്. ആ മരവിപ്പ് രാജ്യത്തെ പിന്നോട്ടടിക്കുന്നു എന്നുള്ളതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പുതിയ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്നു. അവിടുത്തെ സിറ്റിംഗ് കപ്പാസിറ്റി 888. അത് ഭാവിയിലേക്ക് പ്രതിനിധികളുടെ എണ്ണം കൂടി വരും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് കൂടുക തന്നെ ചെയ്യും. അതിപ്പോ BJP അധികാരത്തിൽ വന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി അധികാരത്തിൽ വന്നാലും കൂടുക തന്നെ ചെയ്യും. കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നേട്ടമായി തന്നെ കാണേണ്ടി വരും. ഇപ്പൊ ഈ 850 എന്നുള്ള ബില്ല് പരാജയപ്പെട്ടു പോയി. ആ ബില്ല് പരാജയപ്പെട്ടു പോയി. ആ ഒരു കണക്കിനി വരില്ല. ഇനി വരിക എന്ന് പറയുന്നത് അടുത്ത സെൻസസ് വരണം. സെൻസസിന്റെ ഡാറ്റ വന്നതിന് ശേഷം ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിയോഗിക്കപ്പെടും. ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അത് പ്രവർത്തിക്കും. അവരുടെ ഒരു റിപ്പോർട്ടിലാണ് എത്ര മണ്ഡലങ്ങൾ കൂടുക കുറയുക എന്നിനി വരിക. ഇനി 850ന്റെ കണക്ക് പോയി, അതിനി ബില്ല് പരാജയപ്പെട്ടതുകൊണ്ട് പോയി. എന്തായാലും മണ്ഡലങ്ങളുടെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും. അത് രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടി ആയിരിക്കും എന്ന് തന്നെ ആണ് വിലയിരുത്തേണ്ടത്.